യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട കേസിൽ പ്രതി സുരേഷ് കുമാറുമായി കോട്ടയത്ത് തെളിവെടുപ്പ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് തെളിവെടുപ്പ്. സംഭവ ദിവസം പ്രതി കേരള എക്സ്പ്രസിൽ കയറിയത് കോട്ടയത്ത് നിന്നാണ്. ജോസി ബാബു ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ജോസി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയുമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ ട്രെയിനിൽ കയറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. മദ്യപിച്ച് ലക്കുകെട്ട പ്രതി ട്രെയിനിൽ കയറിയതിനു ശേഷം യുവതിയെ ട്രെയിനിന് പുറത്തേക്ക് ചവിട്ടി തള്ളിയിടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും പുറത്തേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. കേരളത്തെ ഞടുക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് യുവതി തുടരുന്നത്. വിശദാംശങ്ങൾ നൽകാനായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ പ്രതി ട്രെയിനിൽ കയറിയത്. തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജിന, തെളിവെടുപ്പ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് പോവുകയാണ്. 15 മിനിറ്റ് മുമ്പാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പനച്ചുമൂട് സ്വദേശിയായ സുരേഷ് കുമാർ എന്ന പ്രതിയുമായി തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ സംഘം എത്തിയത്. കഴിഞ്ഞ നവംബർ 1-ാം തീയതി നടന്ന കേരളത്തെ നടുക്കിയ സംഭവം 19-കാരിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായുള്ള തെളിവെടുപ്പാണിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. അന്ന് നവംബർ 1-ാം തീയതി കേരള എക്സ്പ്രസിൽ ഇവിടെ നിന്നുമാണ് പ്രതി കയറിയത്. പ്രതി കോട്ടയത്ത് ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിന് കോട്ടയത്തെത്തുകയും ഇവിടെ ഒരു ബാറിൽ മദ്യപിച്ച ശേഷം മദ്യലഹരിയിലാണ് ട്രെയിനിൽ കയറിയതെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതി മദ്യപിച്ച അതിരമ്പുഴയിലെ ബാറിലെത്തിച്ചും അല്പസമയത്തിനകം പോലീസ് തെളിവെടുപ്പ് നടത്തും. എന്തായാലും ഇപ്പോഴും തെളിവെടുപ്പ് നടപടികൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് സംഘവുമായി ഈ പ്രതിയുമായി അന്ന് നടന്ന സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് നടത്തുന്നത്. ആദ്യം റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്ത രീതിയും അവിടെ എവിടെയാണ് വിശ്രമിച്ചെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പ്രതി വിവരിച്ചു. അതിനുശേഷമാണ് പ്രതി ട്രെയിനിൽ കയറിയ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയും തെളിവെടുപ്പ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയുമായി അന്വേഷണ സംഘം റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നുമാണ് ഇനി അതിരമ്പുഴയിലെ ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ നടന്ന കാര്യങ്ങൾ പ്രതി പോലീസിനോട് വിവരിച്ചു. ഈ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവെടുപ്പ് നടപടികളാണ് ഇപ്പോൾ കോട്ടയത്ത് പുരോഗമിക്കുന്നത്. ജിന. ജോസിയാണ് വിവരങ്ങൾ നൽകുന്നത്. ജോസി, ഇപ്പോൾ പ്ലാറ്റ്ഫോമിനകത്തുള്ള തെളിവെടുപ്പാണ് കഴിഞ്ഞത്. അതിനുശേഷം ഇനി എങ്ങോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ഇന്നത്തെ തെളിവെടുപ്പ് എവിടെയൊക്കെ ആയിരിക്കും? ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ഇനി എങ്ങോട്ട് പോകാനാണ് തീരുമാനം? കൂടുതലിടങ്ങളിലേക്ക് ഇന്ന് ഒരു തെളിവെടുപ്പിന് സാധ്യതയുണ്ടോ? എന്താണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം? ജീന, അന്ന് നടന്ന സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അന്ന് നവംബർ 1-ാം തീയതി പ്രതി കോട്ടയത്തെത്തുകയും തൊഴിൽപരമായ ആവശ്യത്തിനാണ് കോട്ടയത്തെത്തിയത്. സുഹൃത്തും ഒന്നിച്ച് അതിരമ്പുഴയിലെ ബാറിൽ മദ്യപിച്ച ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ അക്കാര്യങ്ങൾ ഇപ്പോൾ പുനരാവിഷ്കരിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതിയുമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ പ്രതി കയറിയ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ടിക്കറ്റ് കൗണ്ടറിലും എത്തിച്ചു പ്രതിയുമായി അവിടെ ചെലവഴിച്ച സമയം, വിശ്രമിച്ച കാര്യങ്ങളൊക്കെയും പ്രതിയോട് ചോദിച്ചറിഞ്ഞു. ഇനി അതിരമ്പുഴയിലെ ബാറിലേക്കും എത്തിക്കും. അവിടെയും പ്രതി സമയം ചെലവഴിച്ചിരുന്നു. അക്കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നവംബർ 1-ന് കേരള എക്സ്പ്രസിൽ കോട്ടയത്ത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് പ്രതി കയറിയത്. ഇതിനിടെയാണ് ശരി ജോസി, ഏതായാലും നവംബർ 1-ന് കേരളത്തെ നടുക്കിയ ഈ സംഭവം യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയുമായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്.